പ്രവൃത്തിയും സമയം വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന പോർഷനിലെ ഭാഗം 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സിന് ഒരു ജോലി 15 ദിവസം കൊണ്ടും വൈക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ടും ചെയ്യാം. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി 2 ദിവസത്തിന് ശേഷം വൈ ജോലി ഉപേക്ഷിച്ചു. എക്സ് ആ ജോലി പൂർത്തിയാക്കി എങ്കിൽ എക്സിന് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും? ഇത് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് എക്സും ഉണ്ട്, വൈയും ഉണ്ട്. എക്സിന് ആ ജോലി ചെയ്ത് തീർക്കാൻ 15 ദിവസം വേണം, വൈക്ക് അതേ ജോലി ചെയ്ത് തീർക്കാൻ 10 ദിവസം വേണം എന്നുള്ളതും ക്വസ്റ്റ്യനുകളിൽ. സോ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വർക്ക്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ലസാഗു കാണാം, അതായത് എൽസിഎം കാണാം. 15ലും 10ന്റെയും എൽസിഎം ഏറ്റവും മാക്സിമം എടുക്കുന്നു 15 എടുക്കും. 15 എടുക്കുമ്പം ഇവിടെ 15ൽ ഡിവിസിബിൾ ആണ്, എന്നാൽ 10ൽ ഡിവിസിബിൾ അല്ല. അടുത്തെടുക്കും മൾട്ടിപ്പിൾ 15ന് അടുത്ത മൾട്ടിപ്പിൾ 30 എടുക്കും. 30 15ൽ എന്താണ്? 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും, 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. അതേപോലെ 10 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. അപ്പം നമുക്ക് അറിയാം എന്താണ് വർക്ക് എന്ന് പറയുന്നത്. ഈ പറയുന്ന എൽസിഎം 30 എന്ന് കിട്ടി. അപ്പൊ ഓരോരുത്തരുടെയും എഫിഷ്യൻസി ആണ് ഈ കിട്ടിയിട്ടുള്ളത്. എന്താണ്? 2ഉം 3. അതായത് എക്സിന്റെ എഫിഷ്യൻസി, അതായത് എക്സിന്റെ കഴിവ് എന്ന് പറയുന്നത് 2ആണ്, വൈന്റെ കഴിവ് എന്ന് പറയുന്നത് 3ആണ്. അപ്പം ഇനി ടോട്ടൽ എഫിഷ്യൻസി കഴിവ്, ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? 2 + 3. ഈ 2ഉം ഈ 3ഉം ആണ്. അപ്പൊ എത്രയാണ്? 5ആണ്. അപ്പൊ വർക്ക് കിട്ടി, എഫിഷ്യൻസി കിട്ടി. പക്ഷെ ഈ ചോദ്യത്തിൽ ഒരു പ്രശ്നമുള്ളത് എന്താണ്? ഈ രണ്ടാൾക്കാരും, അതായത് എക്സും വൈയും കൂടിയും ആകെ ഒരുമിച്ച് പണിയെടുക്കുന്നത് 2 ദിവസം മാത്രമാണ്, അല്ലെ? 2 ദിവസം മാത്രമാണ്. ഫോർ 2 days, 2 ദിവസം മാത്രമാണ് അവർ രണ്ടാളും ഒപ്പം പണിയെടുക്കുന്നത്. അപ്പം ഈ 30 എന്നുള്ളത് എന്താണ്? ടോട്ടൽ വർക്കാണ്. ഈ 30ല് എത്ര ഭാഗം ഇവർ രണ്ടാളും കൂടിയും ചെയ്തു തീർത്തു എന്നുള്ളത് അറിയാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതായത് സമയം ഈ 2 ദിവസം കൊണ്ട് ഉള്ളത് നമുക്ക് കിട്ടി. ഈ എഫിഷ്യൻസി ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 5ആണ്. അപ്പൊ എന്താണ്? ഈ 2 × 5 = 10. അതായത് ഇവർ രണ്ടാളും കൂടി എന്താണ്? 10 യൂണിറ്റ് വർക്ക് ചെയ്ത് തീർക്കുന്നുള്ളൂ. ബാക്കി എക്സ് ഒറ്റക്കാണ് ചെയ്യുന്നത്. അതായത് ബാലൻസ് വരുന്ന 20 യൂണിറ്റ് വർക്ക് ആര് ചെയ്തു തീർക്കണം? ഈ എക്സ് ചെയ്തു തീർക്കണം. എന്നാൽ ഈ എക്സിന്റെ കഴിവ് എന്ന് പറയുന്നത് വൈനെ അപേക്ഷിച്ചിട്ട് കുറവാണ്. എന്താണ്? 2 മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ എക്സ് ഒറ്റക്ക് ചെയ്ത് തീർക്കുന്നത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 20ആണ്. 20 / എന്താണ്? എക്സിന്റെ എഫിഷ്യൻസി 2ഉം കൂടി ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 20/2 10 ദിവസം കൊണ്ട് ആയിരിക്കും ഈ ജോലി എക്സ് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുക. ഇതിന്റെ ഇടയിൽ ഞാൻ വേറെ പല ഇക്വേഷൻസും പറഞ്ഞിട്ടില്ല. പറയാതെ നിൽക്കാനുള്ള കാരണം ബാക്കി എല്ലാ വീഡിയോസിനും വർക്ക് എന്ന് പറഞ്ഞ എഫിഷ്യൻസി ബൈ ടൈം ആണ്. എഫിഷ്യൻസി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ് ബൈ സമയമാണ് എന്നുള്ളത് കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിപ്പം മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ മുന്നേ ഉള്ള വീഡിയോ കണ്ടിട്ട് വരിക, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മോള് ചെയ്ത അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 60 ദിവസം കൊണ്ടും ബി അതേ ജോലി 90 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അതിൽ എയും ബിയും കൂടിയും ഏകദേശം 27 ദിവസം ജോലി ചെയ്തതിനു ശേഷം ബി എന്താണ്? ഒഴിഞ്ഞു പോവാണ്, അതായത് മാറിപ്പോവാണ്. അങ്ങനെയെങ്കിൽ എ ബാക്കിയുള്ള ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ആദ്യം തന്നെ നമ്മൾ എന്താണ്? ഇതിലുള്ള എൽസിഎം കാണും. അപ്പം 60 ഇതിൽ മാക്സിമം 90 എടുക്കും. 90 60ൽ ഫുള്ളി ഡിവിസിബിൾ അല്ല. അപ്പൊ 150 എടുക്കും. 150 എടുക്കുമ്പോൾ 60 × 3 ചെയ്യുമ്പോഴാണ് 150 കിട്ടുന്നത്. 90 × എത്ര ചെയ്യുമ്പോഴാണ് 150 കിട്ടുക? 2 ചെയ്യുമ്പോഴാണ് 150 കിട്ടുക. അപ്പം വർക്ക്, അതായത് ഈ പറഞ്ഞ എൽസിഎം ആണ് നമ്മളെ വർക്ക്. അതായത് നമ്മളെ എയും ബിയും കൂടിയുള്ള ചെയ്യുന്നത് എത്രയാണ്? 150 യൂണിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ എഫിഷ്യൻസി, എന്റെ കഴിവ് 3ആണെന്നും ബിന്റെ കഴിവ് 2ആണെന്നും ഇവിടെ കിട്ടി. ടോട്ടൽ എഫിഷ്യൻസി, ഈ ടോട്ടൽ കഴിവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ കഴിവ്, ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 + 2 5 ആയിരിക്കും. ഇവര് രണ്ടാളും കൂടിയും ചെയ്യണ വർക്ക് എത്രയാന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്.
അപ്പൊ എന്ത് ചെയ്യാ, ഈ പറയുന്ന രണ്ടാളും കൂടി ഏകദേശം 27 ദിവസം മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. ഓക്കെ, 27 ദിവസം മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. അപ്പം നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ബൈ ടൈം ആണ്. അപ്പൊ നമുക്ക് എന്താണ് കിട്ടേണ്ടത്, ഈ പറയുന്ന ആള് 27 ദിവസം ഈ 5 വെച്ചിട്ട്, അതായത് എയും ബിയും കൂടി 27 ദിവസം മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. അപ്പൊ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ 27 × 5 ചെയ്യുമ്പോൾ 135 ആയിരിക്കും. ഇപ്പം ബാലൻസ് ഉണ്ടാവുന്ന വർക്ക് എന്ന് പറയുന്നത് 150 നിന്ന് 135 കുറയ്ക്കുമ്പോൾ 45. ഓക്കെ, 45 വർക്ക് ബാക്കി ആര് ചെയ്തു തീർക്കും, എ ചെയ്തു തീർക്കും. എന്റെ അളവ് നമുക്കറിയാം 3 അപ്പൊ 45/3 എത്രയാണോ അതാണ് ഈ പറയുന്ന എ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നത്. അപ്പൊ എ ഒറ്റയ്ക്ക് 45/3. അപ്പൊ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ടാണ് 45/3 പറയുമ്പോൾ 15 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. സോ ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, എക്ക് ഒരു ജോലി ചെയ്യാൻ 12 ദിവസം, അതപ്പം തന്നെ ചെയ്യുക. എ 12 ദിവസം, ബിക്ക് അതേ ജോലി ചെയ്യാൻ 60% കൂടുതൽ ജോലി. ഇത് ശതമാന കേസാണ്. അപ്പൊ എന്താക്കുക, മാറ്റി ഇതാ. എ എന്ന് പറയുന്നത് 12 ദിവസം എന്നുള്ളതൊക്കെ ഓക്കെ. അപ്പം 100% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എയേക്കാൾ 60% കൂടുതൽ കാര്യക്ഷമത ഉണ്ട് ആർക്ക്, ബിക്ക്. അപ്പൊ ഇത് 160 ആണെന്ന് വിചാരിക്കുക. 60% കൂടുതലാണല്ലോ. അപ്പോൾ +60%. ഇതിപ്പോ ശതമാനത്തിന്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്താണ്, ഈ പറയുന്ന എ 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അപ്പൊ ഈ 12 എന്റെ താഴെ തന്നെ എഴുതുക. എന്നിട്ട് എന്താണ് പറഞ്ഞത്, ബിക്ക് ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ എത്ര ദിവസം വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, ഈ 100 × 12 ÷ 160 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പറഞ്ഞതിന്റെ ആൻസർ. അപ്പൊ 100 × 12 / 160, 1200 ÷ 160. ഇതും കട്ടയും ഏകദേശം എത്ര വരും, 20 / 16, 16 × 7 7 116 112 വരാ. ബാക്കി 8 വരും. എന്നിട്ടും കാര്യമില്ല. ഇനി 0 ഇവിടാണ് എന്നുണ്ടെങ്കിൽ പോയിന്റ് ഇവിടെ വരും. അപ്പൊ ഇവിടെ 5 വരെ. 7 ദിവസം കൊണ്ട് 7.5 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, ബി ഒറ്റയ്ക്ക് ഈ ജോലി ചെയ്തു തീർക്കും. സോ ഇന്നത്തെ അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമായിട്ട് ഞാനിപ്പം പറയാണ്, എക്സ് എന്ന് പറയുന്നത് 20 ദിവസം കൊണ്ട് ചെയ്യും, വൈ എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളത് അറിയില്ല. പക്ഷെ എക്സ് 100% ആണ്, എന്നാൽ വൈ 80% കൂടുതലാണെന്ന് വിചാരിക്കുക. 80% കൂടുതലാണ് എന്ന് വിചാരിക്കുക. അതായത് 150% ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വൈ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ. സോ ബൈ.